ഹലോ, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഒരു അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ 2026 ആണ്. ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഒരു ഹോബി പഠിക്കാമെന്ന്. അപ്പോൾ ഈ പ്രാവശ്യത്തെ എൻ്റെ വിഷൻ ബോർഡിൽ ഒരു ന്യൂ ഹോബി പഠിക്കണമെന്നാണ്. അപ്പോൾ ആ ഹോബിയുടെ ഭാഗമായിട്ട് ഞാൻ വിചാരിച്ചു, ഞാൻ ഇങ്ങനെ ആലോചിക്കരുത് എന്താണ് ചെയ്യേണ്ടതെന്ന്. അപ്പം എനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യമാണ് എംബ്രോയ്ഡറി, സ്റ്റിച്ചിങ്. അപ്പോൾ അതിൽ കുറച്ച് ഈസി ആയിട്ട് ഇപ്പോൾ പഠിക്കാൻ പറ്റുന്നത് ക്രോഷ്യയാണ്. അപ്പോൾ ആ ക്രോഷ്യ ഞാൻ ഓൾറെഡി കുറച്ചൊക്കെ യൂട്യൂബ് നോക്കി പഠിച്ചു കഴിഞ്ഞു. അത് ഞാൻ വഴിയെ ഇനി എൻ്റെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളും ബിഗിനർ ആണെങ്കിൽ എൻ്റെ വീഡിയോ ശരിക്കും യൂസ്ഫുൾ ആവും കേട്ടോ. കാരണം ഞാനും ബിഗിനറാണ്. അപ്പോൾ പഠിക്കേണ്ടവർക്ക് എൻ്റെ ഈ ഒരു ചാനൽ ഫോളോ ചെയ്യുക, അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ മെയിനായിട്ട് ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഞാനൊരു കിറ്റ് വാങ്ങിയിട്ടുണ്ട് ഫ്ലിപ്കാർട്ടിൽ നിന്ന്. ആ കിറ്റ് ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഇത്രയും സാധനമൊന്നും വേണ്ട കേട്ടോ. ഞാൻ വാങ്ങി പഠിച്ചത്, എൻ്റെ ഒരു ഫ്രണ്ട് എനിക്കൊരു നീഡിൽ തന്നു. പിന്നെ ഞാൻ ഒരു 1-2 യാൺ വാങ്ങി അങ്ങനെ ബേസിക് സ്റ്റിച്ച് ഞാൻ പഠിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ ആയാലും കുഴപ്പമില്ല. പക്ഷേ നമുക്ക് ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ ഇതിലൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ബഡ്ജറ്റ് അനുസരിച്ച് നിങ്ങൾക്ക് വാങ്ങാം. നീഡിൽ മാത്രം വേണമെന്നുണ്ടെങ്കിൽ നീഡിൽ മാത്രം വാങ്ങാം. പക്ഷേ ഞാനിതൊരു കിറ്റായിട്ടാണ് വാങ്ങിയത്. അപ്പോൾ ആ ഒരു കിറ്റ് ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അപ്പോൾ ആ കിറ്റ് വന്നിരിക്കുന്നത് ഇതൊരു 400 ആയി കേട്ടോ. അപ്പോൾ ഇന്നാണ് എനിക്കത് കിട്ടിയത്. കുറേ നാൾ ഞാനിങ്ങനെ വാങ്ങിക്കണമെന്ന് വിചാരിച്ചിരുന്നിട്ട് വാങ്ങിയതാണ്. അപ്പോൾ ഞാനതൊന്ന് പരിചയപ്പെടുത്താം കേട്ടോ. അപ്പം ഇതാണ് ആ കിറ്റ്. ഇങ്ങനൊരു ബോക്സിലാണ് വരുന്നത്. ഇങ്ങനൊരു ബോക്സിലും സാധനത്തെ ഞാനിതൊന്ന് പുറത്തെടുത്തു. ഇതും ഇതിൻ്റെ ഉള്ളിലുള്ളതാട്ടോ. അങ്ങനെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇതിങ്ങനെയാണ് ഇത് എനിക്ക് കിട്ടിയത്. ഇതെല്ലാം ഇതിൻ്റെ അകത്ത് ഇടുന്നതാണ്. പിന്നെ നമുക്ക് നീഡിൽ ഇതുപോലൊരു സെപ്പറേറ്റ് സിപ്പ് ലോക്ക് കവറിലാണ് ഈ നീഡിൽ. ഇങ്ങനെയാണ് സാധനം വരുന്നത് കേട്ടോ. അപ്പം ബിഗിനേഴ്സിന് ഇത് മതിയാവും. ഒരു 400 എന്തായാലും എല്ലാവർക്കും എടുക്കാൻ ഉണ്ടെങ്കിൽ എല്ലാ സാധനങ്ങളും നമുക്ക് അത്യാവശ്യം ഇതിൽ കിട്ടും. അപ്പം ഞാനതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഇതെന്ന് പറയുന്നത് നമ്മളുടെ നീഡിലിൻ്റെ സൈസാണ് കേട്ടോ. ഈ സൈസ് നമുക്ക് എപ്പോഴും എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്ത് പ്രോജക്റ്റാണോ ചെയ്യാൻ പോകുന്നത് ആ പ്രോജക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്ത് നിങ്ങൾക്ക് നീഡിൽ സെലക്ട് ചെയ്യാം. അപ്പോൾ ഇത് എത്ര തൊട്ടുണ്ട്? ഇതൊരു 5 നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരു 5 mm ആണ്. ഇത് 5 mm 2.5 ഉണ്ട്. അപ്പോൾ ഇങ്ങനെ. അപ്പം ഞാൻ പറയാം ഏതൊക്കെ ഉണ്ടെന്ന്. 2.5 ഉണ്ട്. ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല. ഇത് 4 mm. പിന്നെ ഇതെന്ന് പറയുന്നത് 4.5. ഈ ഒരു ഗ്രീൻ എന്ന് പറയുന്നത് 2, 5 അഗെയിൻ 5 രണ്ടെണ്ണം ഉണ്ടോ? ഇല്ല. പിന്നെ ഒരു 3 mm ഉണ്ട്. 3 mm. പിന്നെ 3.5. അപ്പോൾ ഇതിൻ്റെ അകത്ത് 5, 5.5, 4, 4.5, 3, 3.5 അങ്ങനെയാണ് ഇത് ഈ ഒരു കളർഫുൾ ആയിട്ടുള്ള ഈ നീഡിലിടുന്നത്. നല്ല രസമായിട്ടോ കാണാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് വാങ്ങിച്ച് ട്രൈ ചെയ്തോ കേട്ടോ. അത്ര വലിയ പാടൊന്നുമില്ല ഇത് പഠിക്കാൻ. കുറച്ച് ഈസിയാണ്. നമ്മൾ ബേസിക് സ്റ്റിച്ചൊക്കെ അറിഞ്ഞിരുന്നാൽ നമുക്ക് നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ. ക്യൂട്ട് തിങ്സ് നമുക്ക് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഒരു ക്യൂട്ടായിട്ടുള്ളൊരു തിങ്സ് ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ഒരു സാധനം ഇതാണ്. ഇത് ജസ്റ്റ് ഒരു ചെറിയ കപ്പായിരുന്നു. നോക്കി ഈ കപ്പ് ഞാനിവിടെ ഇങ്ങനെ അത് പൊട്ടിച്ച് കളഞ്ഞിട്ട്, ഇതൊരു മഗ് നമ്മൾ ടീ ഒക്കെ കുടിക്കുന്നതാണ്. അപ്പോൾ അതിനെ വെച്ചിട്ട് ഞാൻ മാജിക് റിങ് കൊണ്ട് ഞാനത് ആ സ്റ്റിച്ച് ചെയ്ത് പഠിച്ചപ്പോൾ ഇങ്ങനെ ആയതാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അതിനെ ഞാൻ ഇങ്ങനെയാക്കി. അപ്പോൾ അതിൻ്റെ അകത്ത് ഞാനൊരു കുറച്ച് മണ്ണൊക്കെ നിറച്ചിട്ട് ചെടിയൊക്കെ നട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ അവിടെ ഞാനൊരു ഈസ്തെറ്റിക് അല്ലെങ്കിൽ നമുക്കൊരു എലമെൻറ്റ്സ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാനിത് എപ്പോഴും വെക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോസ് കണ്ടറിയാം, ഇത് കാണാൻ പറ്റും. അപ്പം ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ബേസിക്കായിട്ട് നമ്മുടെ വീട്ടിലേക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ, നമ്മളുടെ ഒരു ഹോബി, നമുക്ക് ഒരു മെൻ്റൽ സ്ട്രെസ്സ് മെൻ്റൽ ഹെൽത്തിന് വേണ്ടിയിട്ട് ഒക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇത് ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു ഹാപ്പിയാണ്. എപ്പോഴും ഞാനത് ശ്രദ്ധിച്ചിട്ടുള്ള നല്ല ഹാപ്പി കേട്ടോ. നമുക്ക് എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ കുറച്ചൊരു എന്നാ പറയുന്നത്, സ്ട്രെസ്സൊക്കെ അവിടെ ഉണ്ടാവും തീർച്ചയായിട്ടും. പക്ഷേ നമുക്കൊരു നല്ലൊരു ഹാപ്പിനെസ് തരും. അപ്പോൾ നിങ്ങളും എൻ്റെ ഈ വീഡിയോ കാണുവാണെങ്കിൽ നിങ്ങൾക്ക് അത് പഠിക്കാൻ പറ്റും. കാരണം ഞാനും ബിഗിനറാണല്ലോ. അപ്പോൾ ബിഗിനേഴ്സിന് എല്ലാവർക്കും എൻ്റെ വീഡിയോ കണ്ട് പഠിക്കാൻ പറ്റും. അതാണ്. അപ്പം നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇതാണ്. ഈ ചെറിയ സാധനങ്ങൾ ചെയ്യാൻ എനിക്ക് തോന്നുന്നു. ഇതെല്ലാം ഓർണമെൻറ്റ്സ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ ക്യൂട്ടായിട്ടുള്ള ഓർണമെൻറ്റ്സ് ഒക്കെ നിങ്ങൾ പിൻട്രസ്റ്റൊക്കെ കണ്ടില്ലേ. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒക്കെ ആണ് ഇത്.
ഇതെന്ന് പറയുന്നത് 1.2, നമ്മൾ 2.5 വരെ അതിൻ്റെ അകത്തുണ്ട്. ബാക്കി എന്നാ പറയുന്നത് ചെറിയ ചെറിയ മെഷർമെൻറ്റ്സിൽ ഉള്ള, അതായത് 1.60, 1.5, 1.60, 1.75, അങ്ങനെ ചെറിയ ചെറിയ സാധനങ്ങൾ ചെയ്യാനായിട്ടുള്ള നമ്മുടെ നീഡിലാട്ടോ ഇത്. 1 2 3 4 5 9 എണ്ണം ഉണ്ട് ഇത്. അപ്പം ഇതൊക്കെ ഇപ്പോൾ യൂസ് ചെയ്യണ്ട കേട്ടോ, ഇതൊക്കെ കുറച്ച് പാടാണ്. നമ്മൾ നന്നായിട്ട് പഠിച്ചെങ്കിൽ മാത്രമേ ഈ സാധനമൊക്കെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ അതുകൊണ്ട് നിങ്ങളെപ്പോഴും എൻ്റെ ഒരു ഒപ്പീനിയൻ വെച്ചിട്ട് നിങ്ങൾ എന്താ പറയുന്നത്, ഞാൻ പറഞ്ഞില്ല എൻ്റെ ഫ്രണ്ട് തന്നതാണ്, അതെനിക്ക് അവൾ 4 mm ആയിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ഈ സാധനം ചെയ്തേക്കുന്നത്, പഠിച്ചതും. അപ്പം നമുക്ക് കുറച്ച് ഈസിയാണ് ഇത് ഹാൻഡിൽ ചെയ്യാനായിട്ട്. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ, നമ്മൾ ക്രോഷ്യ നീഡിൽ എപ്പോഴും ഇപ്പോൾ വീട്ടിൽ ചിലപ്പോൾ കാണും, ആർക്കെങ്കിലുമൊക്കെ കാണുമായിരിക്കും, ഒരു മിസ്റ്റേക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൈക്ക് പെയിൻ ഉണ്ടാവാതിരിക്കാൻ കുറച്ച് എന്താ പറയുക നീളമുള്ളത് തന്നെ വാങ്ങണം. അല്ലെങ്കിൽ നമുക്കത് ഇവിടം വരെയൊക്കെയാണ് ഈ സാധനം, ഇങ്ങനെ ഇവിടം വരെയൊക്കെയാണ് നിൽക്കുന്നതെങ്കിൽ ചിലതൊക്കെ ഉണ്ട് നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കൈക്ക് നന്നായിട്ട് പെയിൻ ഉണ്ടാവും. സോ അത് അവോയ്ഡ് ചെയ്യാൻ ശരിക്കും ഇത് നല്ലതാണ്. പിന്നെ വുഡൻ്റെയൊക്കെ ഉണ്ട് കേട്ടോ, അതൊക്കെ കാണാൻ നല്ല രസമാണ്. അതൊക്കെ ഇപ്പോൾ വാങ്ങേണ്ട, അതൊക്കെ പിന്നെ നമ്മൾ വലിയ വലിയ പ്രോജക്റ്റൊക്കെ ചെയ്യുമ്പോഴത്തേക്കും വാങ്ങിയാൽ മതിയാവും. അപ്പോൾ ഇപ്പം ഇത് വാങ്ങാനായിട്ട് ട്രൈ ചെയ്യും കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്തൊരു റിങ് പോലത്തെ സാധനമുണ്ട്. റിങ് നമുക്ക് പല പല റിങ്ങൊക്കെ കിട്ടുന്ന ഒത്തിരി ഞാൻ നോക്കിയിട്ടുണ്ട്, മീഷോയിലും ആമസോൺ, ഫ്ലിപ്കാർട്ടിലൊക്കെ. സോ ഇത് നമ്മൾ ഇങ്ങനെ ഇട്ടിട്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ആവശ്യം എനിക്ക് നമ്മൾ കുറച്ച് മുമ്പോട്ട് പോകുമ്പോൾ ഇത് വേണ്ടി വരുമായിരിക്കും. ഇത് നമ്മളിങ്ങനെ ഇട്ടിട്ട് നമ്മളിങ്ങനെ ഇതിനെ ഒന്ന് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു റിങ് പോലത്തെ സാധനം. ഇത് വേണമെന്നില്ല, ഇതില്ലാതെയാണ് ഞാൻ ചെയ്ത് പഠിച്ചേക്കുന്നത്. സോ അപ്പോൾ അതിൻ്റെ ആവശ്യം ഉണ്ടാവണമെന്നില്ല, വരത്തില്ല. ഓക്കെ. സോ ഇതെന്ന് പറയുന്നത് ഇത് കണ്ടോ, ഇത് ഈ റൗണ്ട് ഷേപ്പിലുള്ള ഈ സാധനം എന്ന് പറയുന്നത്, അത് നമ്മൾ എന്താ പറയുന്നത്, നമുക്ക് ചെയിനൊക്കെ നമ്മളിങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും വലിയ വലിയ പ്രോജക്റ്റുകളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ മാർക്ക് ചെയ്യുക, ഒരു അടയാളം, നമ്മൾ ഇവിടെ നിന്നാണ് തുടങ്ങിയതെന്നുള്ളതിന് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മാർക്ക് ചെയ്ത് വെക്കാനുള്ള ഒരു സാധനമാണ്. പിന്നെ ഇതും അങ്ങനെ തന്നെയാണ്. ഇതും ഇതേണ്ടേ നമ്മളുടെ സേഫ്റ്റി പിൻ പോലൊക്കെ ഇരിക്കും. ഇതും അങ്ങനെ തന്നെ നമുക്ക് ഇങ്ങനെ നമ്മൾ ഇപ്പോൾ ഇതിലാണ് ഞാൻ കാണിച്ചത്, ഇങ്ങനെ ചെയ്തൊക്കെ ഞാൻ കളഞ്ഞ് പിന്നെയും അതിലാണ് ചെയ്യുന്നത്. സോ നമ്മളിപ്പം ഇങ്ങനെ ഇതുണ്ടോ, ഇങ്ങനെ മാർക്ക് ചെയ്ത് നമുക്കിങ്ങനെ ഒരു അടയാളം വെക്കാം. സോ ഇങ്ങനെ നമുക്കത് വെച്ചിട്ട് നമുക്കിതിങ്ങനെ റൗണ്ടായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യും. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സാധനം. ഇത് ഇവിടെ ഇരിക്കട്ടെ, ഞാൻ പിന്നെ എടുത്തോളും. പിന്നെയെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വേറൊരു നീഡിലും കൂടെ വേണം. അത് ശരിക്കും നമ്മൾ വലിയൊരു പ്രോജക്റ്റൊക്കെ ചെയ്തിട്ട് നമുക്ക് ഫിനിഷ് ആയില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് നമുക്കൊരു എന്താ പറയുന്നത്, ഫിനിഷ് ആയില്ല, പിന്നെ പിന്നത്തേക്ക് നമ്മൾ വെക്കുമ്പം ചെയ്യുന്ന സാധനമാണ്. ഇതും ഞാനിതുവരെ ഉപയോഗിച്ചിട്ടില്ല, ഇതും ഇതിൻ്റെ അകത്തുണ്ട്. പിന്നെ ഈ ഒരു സാധനം ശരിക്കും എന്തിനാണെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇത് ഞാനിനി നോക്കണം ഇത് എന്തിനാണെന്നുള്ളത്. ഇതിൻ്റെ അകത്ത് നമ്പേഴ്സൊക്കെ ഉണ്ട്, 1 2 3 എന്നൊക്കെ പറഞ്ഞ്. സോ ഇതെന്തിനാണ് ചെയ്യുന്നതെന്ന് പിന്നെ ഞാനും പഠിച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതും ഈ ഒരു കിറ്റിൻ്റെ അകത്ത് വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇത്രയും സാധനം വേണ്ട, എന്താ പറയുന്ന ഒരു യാണും ഒരു നീഡിലും കൊണ്ട് കംപ്ലീറ്റ് ചെയ്തൊരു ഇതാണ് ഞാൻ ഇപ്പോൾ ഈ കാണിച്ചില്ലേ ഇത്. അപ്പോൾ ഇത്രയും മതിയാവും. നിങ്ങൾ ബേസിക് ഒക്കെ പഠിച്ച് ജസ്റ്റ് നിങ്ങളുടെ ഇതിന് വേണ്ടിയിട്ടൊക്കെയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ. പിന്നെ ഇതിൻ്റെ അകത്ത് വരുന്നത് ഒരു സിസറാണ്. ഇത് ഇങ്ങനെ കവർ ചെയ്തിട്ട് ഇങ്ങനെ സോ അപ്പോൾ ഇങ്ങനെ നമുക്കിത് ഈ യാണ് നമുക്കിങ്ങനെ മുറിക്കാനായിട്ട് പറ്റും. എൻ്റെ ഒരു വലിയൊരു യാണുണ്ട് കേട്ടോ, ഞാനതെടുത്ത് കാണിക്കാം. ഇങ്ങനെ നമ്മൾ ദൂരെ മാറ്റി വെച്ചു. അപ്പോൾ സോ ഞാൻ ഇതാണ് കേട്ടോ, ഇതിങ്ങനെ ആയിപ്പോയി. ഇത് 100 ഗ്രാമിനെങ്ങാണ്ട് 80 റുപ്പീസോ അങ്ങനെ എങ്ങാണ്ട്. ഞാനപ്പം ഞാനൊരു എന്തോ ഒരു കടയിൽ ചെന്നപ്പോഴത്തേക്കും ചുമ്മാ അവരോട് ചോദിച്ചു കൊണ്ടുവന്ന്, ഞാൻ ബാംഗ്ലൂർ സ്റ്റേ ചെയ്യുന്നത്. സോ അപ്പോൾ അവർ പറഞ്ഞു ഉണ്ടെന്ന്. അങ്ങനെ എന്നെ അവരെ കാണിച്ചപ്പോൾ ഞാനിതൊക്കെ വാങ്ങിച്ചു. അപ്പം ഇതിന് വിലക്കുറവായതുകൊണ്ട് ഇപ്പോൾ നമുക്ക് പഠിക്കുന്നത്, ഇപ്പോൾ എനിക്കറിയില്ല ഇതിപ്പോൾ എവിടെയാണ് തുടങ്ങിയത്. ഓക്കെ ഇതുണ്ട്, ഞാൻ ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഇതിൽ ചെയ്ത് പഠിക്കുന്നതായിരിക്കും നല്ലത്. എന്തിനാണ് വെറുതെ ഒത്തിരി പൈസയൊക്കെ കൊടുത്ത് നമ്മൾ അത്രയും ചിലവാക്കേണ്ട ആവശ്യമില്ല. സോ മുറിക്കാനായിട്ട് എൻ്റെ ഈ സിസർ ഉണ്ടായിരുന്നു, സിസറിൻ്റെ അത് യൂസ് ചെയ്താൽ മതി. പക്ഷേ ഇത് ഈ കിറ്റിൻ്റെ കൂടെ തന്നെ വരും, നമുക്ക് വേണ്ടാതൊന്നും പറയാൻ പറ്റത്തില്ല. ഓക്കെ. അപ്പോൾ നമുക്കിതിങ്ങനെ
ആക്കി ലോക്കാക്കി വെക്കാം. സോ പിന്നെ ഇതിൻ്റെ അകത്ത് വരുന്നതെന്ന് പറയുന്നത് ഒരു മെഷറിംഗ് ടേപ്പാണ്. മെഷറിംഗ് ടേപ്പ് എല്ലാവരുടെയും വീടുകളിൽ കാണും. സോ എന്നാലും ഇതിൻ്റെ കിറ്റ് നമുക്ക് പറയാൻ പറ്റില്ല ഇതിൻ്റെ അകത്ത് വേണ്ട നമ്മുടെ വീട്ടിലുണ്ടെന്നോ. ഇത് ഈ കിറ്റിൻ്റെ കൂടെ കിട്ടുന്ന കേട്ടോ. അപ്പോൾ ഈ കിറ്റില്ല മെഷറിംഗ് ടേപ്പ് ഇല്ലാത്തവർക്ക് ഇതിൻ്റെ അകത്ത് വരും. പിന്നെ വേണ്ടേ നീഡിൽ പോലെ പ്ലാസ്റ്റിക് നീഡിൽ കേട്ടോ, നല്ല കളേഴ്സ്. ഓക്കെ, ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ കളേഴ്സൊക്കെ നല്ല അട്രാക്റ്റീവ് കേട്ടോ. സോ ഇതാണ് 2 നീഡിൽ, ഇത് 2 ചെറിയ നീഡിൽ, ഇത് 2 വലിയ നീഡിൽ. സോ ഇതെന്ന് പറയുമ്പോൾ നമ്മൾ ചിലപ്പം എന്നാ പറയുന്നത്, നമുക്ക് ഇപ്പോൾ ഒരു എക്സാമ്പിൾ നിങ്ങൾ വലിയ സ്വെറ്ററൊക്കെ തയ്ച്ചു നിങ്ങൾക്ക് എന്തെങ്കിലും ജോയിൻ ചെയ്യണമെങ്കിൽ നമ്മൾക്ക് ഈ ത്രെഡ് ഇതിൻ്റെ അകത്തൂടെ ഇട്ടിട്ട് ഈ ത്രെഡ് ഇതിൻ്റെ അകത്തൂടെ ഇട്ടിട്ട് നമുക്ക് സാധാരണ നമ്മൾ സ്റ്റിച്ച് ചെയ്യില്ല, അല്ല സോറി നമ്മൾ തയ്ക്കില്ലേ, അതുപോലെ അങ്ങനെയാണ്. പിന്നെ നമുക്ക് നിങ്ങൾ വീഡിയോസൊക്കെ കണ്ടാൽ അറിയാൻ പറ്റും, അതിൻ്റെ അകത്ത് ഇങ്ങനെ ഫ്ലവേഴ്സ് എംബ്രോയ്ഡറി പോലെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അതാണ് അടുത്ത അതിൻ്റെ അകത്തുള്ളത്. പിന്നെ ഇതിൻ്റെ പർപ്പസ് എന്താണെന്ന് എനിക്കറിയില്ല. സോ ലേറ്റർ നമുക്ക് നോക്കാം ഇതിൻ്റെ പർപ്പസ് എന്താണെന്ന്. അപ്പോൾ 2 സാധനങ്ങളുടെ ഇതാണ് നമുക്കറിയാൻ മേലാത്തത്. സോ ലേറ്റർ ഞാനത് അറിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ഇടാം കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഈ കിറ്റിൻ്റെ അകത്തുള്ളത്. അപ്പോൾ കണ്ടല്ലോ. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഇതിൻ്റെ അകത്ത് നോക്കി ഈ ബോക്സ് ഉണ്ടല്ലോ, ഈ ബോക്സ് ഇങ്ങനെ ഇവിടെ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ ഇങ്ങനത്തെ ഇത് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ കാരണം ഇതെല്ലാം കുറച്ച് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണ് കേട്ടോ. ഈ സാധനം റിമൂവ് ചെയ്യാം. അപ്പോൾ അതൊരു എക്സ്ട്രാ വെച്ചേക്കുന്നതല്ല. സോ ഇങ്ങനെ നമുക്ക് കമ്പാർട്ട്മെൻറ്റായിട്ട് സെപ്പറേറ്റ് ചെയ്യാം. ഇനി നിങ്ങൾ ട്രാവലോ എല്ലാം ചെയ്യണം, നിങ്ങൾക്ക് എല്ലാ സാധനവും ഇതിൻ്റെ അകത്ത് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സാധനങ്ങളെല്ലാം ഇങ്ങോട്ടേക്ക് സെറ്റ് ചെയ്തിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഇവിടെയും വേണേൽ കമ്പാർട്ട്മെൻറ്റ്സ് ആയിട്ട് വെച്ചിട്ട് എന്തെങ്കിലും നിങ്ങളുടെ പേഴ്സണൽ സ്റ്റഫ് എന്തെങ്കിലും വെക്കണമെന്നുണ്ടെങ്കിലോ എന്തെങ്കിലും ഇയറിങ്സോ അങ്ങനെ എന്തെങ്കിലും വെക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഇതുണ്ടോ. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ഇത് ഫുൾ എടുത്തിട്ട് ഇതിൻ്റെ അകത്ത് വേറെ നിങ്ങൾക്ക് എന്തെങ്കിലും വെക്കണമെന്നുണ്ടെങ്കിൽ വെക്കാം. ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഈ സെപ്പറേറ്റ് ഈ സാധനം തന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഈ കിറ്റിൻ്റെ അകത്തുള്ളത്. അപ്പോൾ ഈ കിറ്റിൻ്റെ അകത്ത് സെപ്പറേറ്റ് ആയിട്ട് എല്ലാം വാങ്ങുന്നതിനേക്കാളും ലാഭം ഇത് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങാനായിട്ട് ട്രൈ ചെയ്തില്ല. അപ്പോൾ ഈ സാധനങ്ങൾ ഈ നീഡിലെല്ലാം, പിന്നെ ചെറിയ നീഡിൽസ്, കുട്ടി നീഡിൽസ്, ഇപ്പോൾ ഇത്രയാണ് ഈ കിറ്റിൻ്റെ അകത്തുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട അടുത്തതെന്ന് പറയുന്നത് യാണാണ്. യാൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ എന്തെവിടെയെങ്കിലും കിട്ടുകയാണെങ്കിൽ ഇത് അപ്പടി കുരുങ്ങട്ടെ. ഇനിയിപ്പോൾ ഇതൊരു ടാസ്ക്കാണ് ഇതിങ്ങനെ ഞാൻ ഇതാക്കിയിട്ട് റോൾ ചെയ്ത് വെക്കുക എന്നുള്ളത്. ഇനി അറിയില്ല ഇത് എവിടെ നിന്ന് കിട്ടും എന്നുള്ളത്. സോ അപ്പോൾ ഇതുപോലൊരു യാൺ വാങ്ങാം. പിന്നെ ഇത് ഞാൻ ഓൾറെഡി കഴിഞ്ഞ മാസം വാങ്ങിയതാണ്. ഇതിന് ഒരെണ്ണത്തിന് 75 റുപ്പീസ്. ഇത് ഗംഗ എന്ന് പറയുന്ന ഒരു ഓൺലൈൻ സ്റ്റോറിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. ഗംഗ എന്ന് പറയുന്ന നിറ്റിങ് യാൺ എന്ന് പറയുന്ന അവർക്ക് ഉള്ളതാണ്. അപ്പോൾ ഇത് വേണം നിങ്ങൾക്ക്. ഇത് എനിക്ക് തോന്നുന്നു നല്ല ടീഷർട്ടിൽ നമുക്ക് നല്ല എന്നാ പറയുക ക്രോപ്പ് ടോപ്പ് പോലൊക്കെ തയ്ക്കാനായിട്ട് നല്ല. ഇത് കോട്ടനാണ് കേട്ടോ. ഈ സാധനം കോട്ടനാണ്. ഇത് നമ്മളുടെ അക്രിലിക്കല്ല. അടുത്ത എൻ്റെ ഉള്ളതെന്ന് പറയുന്നത് എൻ്റെ ഈ അക്രിലിക്കാണ്. ഇതും ഇതും ഞാൻ ആ ഒരു സൈറ്റിൽ നിന്ന് തന്നെ ഓൺലൈനിൽ തന്നെ വാങ്ങിയതാണ്. സോ ഇതിന് വന്നിട്ട് അവർ എടുത്തത് 105 ആണ്. അപ്പോൾ ഇതെല്ലാം കൂടി കുറച്ച് ചെറിയ എന്തോ ഒരു ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടെ ആവശ്യം പോലെ നിങ്ങൾ വാങ്ങിക്കും. ഇപ്പോൾ ഇത് ഓൺലൈനിലൊന്നും വാങ്ങിക്കണമെന്നില്ല, നമ്മളുടെ എല്ലാ ലേഡീസ് സ്റ്റോറിലൊക്കെ 1-2 കളേഴ്സൊക്കെ കിട്ടും. ഇപ്പോൾ ജസ്റ്റ് ബേസിക് നമ്മൾ അവിടെ നിന്ന് തന്നെ വാങ്ങി സ്റ്റാർട്ട് ചെയ്യുക. അതിന് ശേഷം നിങ്ങൾ ഓൺലൈനിൽ വലിയ കാശുകൾ ഓൺലൈനിൽ കുറവുണ്ടെങ്കിൽ വാങ്ങുക. ഇല്ലാത്തവർക്ക് ഇപ്പം പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്നൊക്കെ തോന്നുന്നവരാണെങ്കിൽ, അങ്ങനെ പ്ലാൻ ചെയ്തേക്കുന്നവരാണെങ്കിൽ അടുത്തുള്ള സ്റ്റോറിൽ നിന്ന് പോയി വാങ്ങിയാൽ മതിയാവും കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ഇതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത് പഠിക്കേണ്ടവർക്ക് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ബൈ, ടേക്ക് കെയർ.